ഇപ്പോൾ നമ്മോടൊപ്പം ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, വിജിലൻസ് കൃത്യമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട നിയതമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ പുരോഗമിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിജിലൻസിന്റെ ഈ നടപടിക്രമങ്ങളെ എങ്ങനെ രാഷ്ട്രീയമായി വിലയിരുത്താം? നിങ്ങളുടെ ഈ ഫോൺ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, കേൾക്കാമോ? കേൾക്കാം ശ്രീ ഭാസുരേന്ദ്ര. എനിക്ക് തോന്നുന്നത് വളരെ സ്പഷ്ടമായ ഒരു സന്ദേശം തന്നെയാണ് സർക്കാർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇന്നലെ ശ്രീ എബ്രഹാം IAS-നെതിരെ എതിരെ എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ അമിതമായ സ്വത്തിനെ സമ്പാദിച്ച കേസ്, അത് വിജിലൻസ് കോടതി ഇട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു റെയ്ഡാണെന്നും പറഞ്ഞുകൂടാ, ചില പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വിജിലൻസുകാർ എത്തുകയും ചെയ്തു. വലിയ പ്രകോപനമായിരുന്നു അത്. IAS വിഭാഗങ്ങൾ സൃഷ്ടിച്ചത് എല്ലാവരും അല്ലെങ്കിൽ പോലും ശ്രീ അബ്രഹാം തന്നെ അതിനെതിരെ അദ്ദേഹം കംപ്ലൈന്റ് കൊടുക്കുകയും തന്നെ ഭയപ്പെടുത്താൻ ജേക്കബ് തോമസ് ശ്രമിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒരാൾ പറയുകയാണ് എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഭയപ്പെടുന്ന എന്തോ ഒന്നുണ്ടല്ലോ ഭയപ്പെടുത്താൻ. അപ്പൊ ആ അർത്ഥത്തില് ഭയന്നിട്ടുണ്ട് ആ വിഭാഗങ്ങൾ. ഭയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചില കാര്യങ്ങൾ ആരൊക്കെയോ എവിടേക്കോ മറച്ചു വയ്ക്കുന്നുണ്ട്. അതിന് അപ്പൊ അത് വലിയൊരു ആശങ്കയും വലിയൊരു ബഹളവും, അത് പിന്നെ പത്രങ്ങൾ തന്നെ ഒരുപക്ഷെ മനോരമയും വീക്ഷണവും ഒക്കെ വളരെ ഗംഭീരമായിട്ട് എഴുതുകയും ചെയ്തല്ലോ ഇന്ന്. IAS വിഭാഗത്തിൽ വലിയ പ്രതിസന്ധി, അതേമാതിരി തന്നെ ഈ അബ്രഹാമിനെതിരായിട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ചൊക്കെ വലിയ വെണ്ടയ്ക്ക നിരത്തി വാർത്തകൾ വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പം IAS-കാർ എന്താണ് അതേക്കുറിച്ച് ആലോചിക്കുന്നത്? അവരെ പേടിച്ച് നിർത്തിക്കളയും എന്നായിരുന്നുവെങ്കിൽ അത് തെറ്റി. തൊട്ടടുത്ത് ടോം ജോസിനെതിരെ അത് ഡിക്ലെയർഡ് ആയിരിക്കുന്ന പ്രഖ്യാപിത ആയ ഒരു റെയ്ഡ് തന്നെ അദ്ദേഹത്തിന്റെ 2 വാസസ്ഥലങ്ങളിൽ. അത്തരം റെയ്ഡ് വരുന്നതോടെ അത് വളരെ കൃത്യവും സ്പഷ്ടവുമായ ഒരു സിഗ്നലാണ്, ഒരു സന്ദേശമാണ്. അതുകൊണ്ടും തീർന്നില്ല. ഇന്ന് അസംബ്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജേക്കബ് തോമസിനെ സംരക്ഷിക്കുമെന്ന നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത് വഴി പൂർണ്ണ പിന്തുണ നൽകി ശ്രീ ഭാസുരേന്ദ്ര ബാബു. അതായത് പൂർണ്ണ പിന്തുണ നൽകുകയും ഒപ്പം ജേക്കബ് തോമസ് അവിടെ വിജിലൻസ് ഡയറക്ടറായി ഇരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില കോണുകളുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിന്റെ അർത്ഥം വിജിലൻസ് ഡയറക്ടർ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ എന്ന് തന്നെയല്ലേ? നിശ്ചയമായി. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർക്കാർ എന്ന് പറയുന്ന അജിം ഷാദ് പലപ്പോഴും മാറി മാറി വരുന്നത് കൊണ്ട് അതിനൊരു കോൺസ്റ്റൻസി അല്ലെങ്കിൽ അതിനൊരു നിയതമായ നിലനിൽപ്പിന്റെ അവസ്ഥ സൃഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ വരുന്ന അഴിമതി ആക്ഷേപങ്ങൾ സർക്കാരിൽ വരുന്ന ആൾക്കാരെ തന്നെ, മുഖ്യമന്ത്രിമാരെ തന്നെ സ്വാധീനിച്ച് നീട്ടി കൊണ്ടുപോവുകയോ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ആയിട്ട് നടത്തി അത് അവസാനിപ്പിക്കുകയോ ചെയ്യും. നീട്ടി കൊണ്ടുപോയിട്ട് അങ്ങ് റിട്ടയർ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇതൊക്കെ വരുന്നത്. ആ അർത്ഥത്തിൽ നീതി വൈകിപ്പിക്കുക എന്നൊരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. ആദ്യം നിഷേധിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ വൈകിപ്പിക്കും. ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അടിയന്തര നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ അക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥനായി ജേക്കബ് തോമസ് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന നടപടികൾ സന്ദേശമായി എടുക്കാമെങ്കിൽ അത് കൃത്യമായും ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഉന്നത വിഭാഗങ്ങൾ എന്ന അഴിമതിക്കെതിരെയുള്ള ഒരു കുരിശുയുദ്ധം തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നമുക്കറിയാം. FIR പ്രകാരം നോക്കുമ്പോൾ FIR കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത FIR-ന്റെ വിശദാംശങ്ങൾ കൂടി അല്പം മുമ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. അതായത് 2,35,00,000-ലധികം, അതായത് കേവലം ഏതാണ്ട് ഒരു 65% വരുന്ന സ്വത്ത് സമ്പാദനത്തിൽ ടോം ജോസ് അനധികൃതമായ ഇടപെടലുകൾ നടത്തി എന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അത്തരത്തിലൊരു അന്വേഷണം പുരോഗമിക്കുന്നു. ആ രീതിയിലേക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ അത് തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് എന്ന് പരസ്യമായി ഒരു ഉദ്യോഗസ്ഥ പ്രമുഖൻ പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം KM അബ്രഹാം ആകട്ടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്ന് ടോം ജോസും പറഞ്ഞത് പരാതി നൽകുമെന്നാണ്. ഒരുപക്ഷെ അന്വേഷണം നടക്കട്ടെ, മടിയിൽ കനമില്ല എന്ന രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു രീതി ഉദ്യോഗസ്ഥരിൽ നിന്ന് വരുന്നില്ല. അതൊരു ധാർമ്മികമായ പ്രശ്നം കൂടിയാണ്. ഈ ഘട്ടത്തിൽ അതും നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നത് മാറി വന്ന സർക്കാരുകളുണ്ടല്ലോ അജിം ഷാദ്, ഇത്തരം കാര്യങ്ങളിൽ വലിയ ഒരു ഉറച്ച നിലപാടെടുക്കാതെ കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പോരായ്മ. അത് ഇടതുപക്ഷമായിക്കൊള്ളട്ടെ വലതുപക്ഷമായിക്കൊള്ളട്ടെ, ഞാൻ പക്ഷഭേദമൊന്നും കാണുന്നില്ല. ആ അർത്ഥത്തിൽ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ
ഉദ്യോഗസ്ഥന്മാരുടെ പിന്നിൽ ഒളിച്ചു കളിക്കുക, മന്ത്രിമാരുടെ പിന്നിൽ ഒളിച്ചു കളിക്കുക, ഈ അർത്ഥത്തിൽ മന്ത്രിമാരുടെ പിന്നിൽ ഒളിച്ചു കളിക്കുക. ഈ ഒളിച്ചു തുടങ്ങിയിട്ട് കുറെ ആ അർത്ഥത്തിൽ ഇവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ നീങ്ങ കഴിയില്ല എന്ന്. അതുകൊണ്ട് ഈ അഴിമതിയെ ഒരു നിത്യകാല പൂങ്കാവനമാക്കി മാറ്റിയിരിക്കുന്നത് ഇവർക്ക് വലിയൊരു വിജയം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ബ്യൂറോക്രാറ്റുകൾക്ക് തീർച്ചയായും കേൾവിക്ക് പ്രശ്നമുണ്ട്. ചില തടസ്സങ്ങൾ ശ്രീ സുരേന്ദ്ര ബാബു റേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നു. ജീവൻ കുമാർ ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവൻ കുമാറിലേക്കും റെയ്ഡിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് തീർച്ചയായും ടോം ജോസിനെതിരായി വിജിലൻസ് കേസ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടക്കുകയാണ്. ടോം ജോസിന്റെ 3 വസതികളിലുമായി തിരുവനന്തപുരം, കൊച്ചി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് വിശദാംശങ്ങളാണ് നേരത്തെ ജീവൻ കുമാർ നൽകിയത്. സമഗ്രമായ വിലയിരുത്തലിലേക്ക് പോയാൽ NV ബാലകൃഷ്ണൻ, അതായത് 2,35,00,000 FIR-ന്റെ കണക്ക് നേരത്തെ സാലി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 2,35,00,000 അനധികൃത സ്വത്ത് സമ്പാദനമാണ് കണ്ടെത്തിയിരിക്കുന്നത് ടോം ജോസിനെതിരെ. അത് പ്രാഥമികവുമാണ്. പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് 2.39 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ്. ഇത് ഈ അന്വേഷണം നടത്തിയ വിജിലൻസ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കണക്കുകൂട്ടിലെത്തുകയും അങ്ങനെ വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിക്കുകയുമാണ് ചെയ്തത്. ആ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയ ക്രമക്കേട്, ഏകദേശം 1 കോടി രൂപയോളം അധിക സമ്പാദ്യം അദ്ദേഹത്തിനുണ്ട് എന്ന കണക്കാണ് വിജിലൻസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അനധികൃത സ്വത്ത് സമ്പാദ്യം എത്രയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള അന്തിമ നിഗമനത്തിൽ തീർച്ചയായും റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജീവൻ കുമാർ കൂടി ചേരുകയാണ്. ജീവൻ, റെയ്ഡിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ പരിശോധനയിൽ എത്തുന്നത്, അറിയാനാകുന്നവ? അജിംഷാദ്, റെയ്ഡിനെ സംബന്ധിച്ച് ഒരു സുപ്രധാനമായ വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ടോം ജോസിൻ്റെ ഓഫീസിനുള്ളിൽ വിജിലൻസ് സംഘം എത്തിയിരിക്കുന്നു. അവിടെ പരിശോധന നടത്തുകയാണ്. നിലവിൽ അദ്ദേഹം തൊഴിൽ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ സെയിം ടീം, അമാസ്മെൻറ്റിൻ്റെ ഒരു സെയിം ടീം തന്നെ അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ഒരു SIയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം അവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ടോം ജോസ് ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഓഫീസിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമെങ്കിൽ തുറന്ന് പരിശോധിക്കുന്നതിനുള്ള നിലപാട് കൂടി ഇക്കാര്യത്തിൽ എടുക്കും. ശേഷം അത് പാസ്വേഡ് ഇട്ട് ലോക്ക്ഡ് ആണെങ്കിൽ അത് സംബന്ധിച്ചുള്ള പാസ്വേഡ് കൂടെ ടോം ജോസിൽ നിന്നും മനസ്സിലാക്കിയതിനു ശേഷം ആവശ്യമെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ കോപ്പി എടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അജിംഷാദ്, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓഫീസിൽ നടക്കുന്ന റെയ്ഡ് ഒരുപക്ഷെ ഈ 3 സ്ഥലങ്ങളിലും പോരാത്തതിനാണ് ഓഫീസിനുള്ളിലും റെയ്ഡ് നടക്കുന്നത്. അങ്ങനെയാണോ ജീവൻ? അതെ, അങ്ങനെ തന്നെയാണ്. കാരണം റെയ്ഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് സമഗ്രമായിരിക്കണം. കാരണം എല്ലാ സ്ഥലങ്ങളിലും ടോം ജോസിൻ്റെ ഓഫീസും വസതിയും പരിശോധിക്കുക എന്നതാണ് റെയ്ഡിൻ്റെ ഒരു മാനദണ്ഡം. സ്വാഭാവികമായ അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരായ പരിശോധന നടത്തുമ്പോൾ അദ്ദേഹം ഓഫീസിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതുകൂടി വിജിലൻസിന് പരിശോധിക്കേണ്ടതായി വരും. അങ്ങനെ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിൽ, ഒരുപക്ഷെ സംസ്ഥാന സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കൂടി വിജിലൻസ് കടന്ന് ഒരു പരിശോധന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു റെയ്ഡിൻ്റെ ഭാഗമായി റെയ്ഡായി കണ്ടക്ട് ചെയ്യുന്നത് വളരെ സമീപകാലത്തെങ്കിലും നമ്മൾ കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അതായത് അത്രയേറെ സമഗ്രമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയേറെ പ്രാധാന്യമാണ് സെക്രട്ടേറിയറ്റിലെ ഓഫീസിനുള്ളിൽ, ടോം ജോസിന്റെ ഓഫീസിനുള്ളിൽ നടത്തുന്ന റെയ്ഡിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഘട്ടത്തിൽ വരെ കൊടുക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മീൻസ് പഴുതടയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു പഴുതടച്ചുള്ള ഒരു നീക്കം തന്നെയാണ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്ന് പറയാം. കേസിൻ്റെ വിചാരണ വേളയിലേക്ക് എപ്പോൾ വിജിലൻസ് കടക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം വിജിലൻസിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കേണ്ടത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും സംസ്ഥാന സർക്കാരുമാണ്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരായ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും മുമ്പായി വിചാരണയ്ക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിനുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ സർക്കാരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗം വക്കീൽ സ്വാഭാവികമായും ചോദ്യം ഉന്നയിക്കാനുള്ള സാധ്യതകൾക്ക് പഴുതടച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ജീവൻ എത്താം. ഇപ്പോൾ R ബാലകൃഷ്ണപിള്ള കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജീവൻ തുടരൂ. ശ്രീ ബാലകൃഷ്ണപിള്ള, കേൾക്കാമെങ്കിൽ? കേൾക്കാം.
അതായത് ടോം ജോസിനെതിരെ ഇന്നലത്തെ KM അബ്രഹാമിന്റെ നടപടിക്രമങ്ങൾക്ക് തൊട്ട് പിന്നാലെ ടോം ജോസിനുമെതിരെ ആയ ശക്തമായ നടപടിയിലാണ് വിജിലൻസ് എന്ന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ വിജിലൻസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. വിജിലൻസിന് 3 റെയ്ഡ് നടത്തുന്നു. പോരാത്തതിന് സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ടോം ജോസിന്റെ ഓഫീസിലും വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ വലിയ ടോം ജോസിനെ അറിയാം, KM അബ്രഹാമിനെ എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ ഈ ഗവൺമെന്റ് മാറി വന്നത് തന്നെ ജനങ്ങൾക്ക് ഈ അഴിമതിയിലുള്ള ഒരു സഹിക്കാൻ വയ്യാത്ത അഴിമതി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് കാരണം. അത് ഇപ്പോ മന്ത്രിമാരുടെ അവിടുത്തെ അഴിമതി ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരുടെ ഭാഗത്ത് അഴിമതി ഇല്ല. അത് പിണറായിയുടെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണും. അതിന് പൊളിറ്റിക്കൽ അഴിമതികളും ഈ സ്ഥലമാറ്റത്തിനും മറ്റു കാര്യങ്ങളിലും പാർട്ടിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും 90% അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള അഴിമതി കുറയ്ക്കാനായിട്ട് അങ്ങോട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പഠിച്ചുപോയ ഈ അഴിമതി ഇപ്പോഴും തുടരുകയാണ്. അതെങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ഈ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറെ പോലെ ഉള്ള ആരെങ്കിലും ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിജിലൻസ് ഡയറക്ടർ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ. അയാൾ അന്നേ ഒരു മര്യാദക്കാരനും മാന്യനുമായിരുന്നു. പിന്നെ എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരായി ടോപ്പിൽ നടക്കുന്ന അഴിമതിക്കെതിരായി ഈ 2 കാര്യങ്ങളാണ് അഴിമതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റതൊക്കെ പറഞ്ഞ ഒരു ഫേവററ്റിസം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ജയരാജന്റെ കേസ് തന്നെ ഒരു അഴിമതിയായി ഞാൻ കാണുന്നില്ല. കാരണം ഒരാൾക്കൊരു ജോലി കൊടുത്തു. അങ്ങനെയാണ് ജനാധിപത്യ ഗവൺമെന്റ് നിലനിൽക്കാൻ ഒക്കില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ഒരു ക്യാൻസർ രോഗിക്ക് ഒരു സ്ഥലമാറ്റം കൊടുക്കാൻ മന്ത്രി ഇടപെട്ടു. അയാൾക്ക് കണ്ണൂര് പോകാൻ ജോലി ചെയ്യാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പ്രായമായി വരുന്നു. ആ കുട്ടിയെ വിട്ടിട്ട് തള്ളേ കണ്ണൂരേക്കോ കാസർഗോട്ടേക്കോ സ്ഥലം മാറ്റുന്ന ഇൻഹ്യൂമനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ഫേവറിറ്റിസം എന്നുള്ള നിലയിൽ വന്ന് 4 കൊല്ലം ശിക്ഷിച്ചാൽ അത് വളരെ കഷ്ടമാണ്. ഞാൻ അഴിമതിയായി കാണുന്നത് 1 സ്വത്ത് സമ്പാദനം, 2 നേരിട്ട് കൈക്കൂലി വാങ്ങിച്ച് ഗവൺമെന്റിന്റെ പണം ദുർവിനിയോഗം ചെയ്യുകയും ഗവൺമെന്റിന്റെ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന KM മാണി ചെയ്ത പോലുള്ള കാര്യങ്ങൾ. ഈ 2 കുറ്റങ്ങൾ അഴിമതി എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ മറ്റു ചിലതൊക്കെ വരുമെങ്കിലും ഇത് 2മാണ് പ്രധാനമായി സമൂഹത്തെ കാർന്നു തിന്നുന്ന കുറ്റങ്ങൾ. അതായത് സർക്കാരിന്റെ പണം നഷ്ടപ്പെടുത്തുകയും അവിഹിതമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് പണം വാങ്ങുകയും ചെയ്യുക, അത് സമ്പാദിക്കുക, ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതം, ഇതൊക്കെ അഴിമതിയായിട്ട് കൂട്ടുന്നവരികയാണെങ്കിൽ അനേകം ആളുകൾ ഇതിൽ പെടും. മറ്റതൊക്കെ അപ്രധാനമാണെന്നാണ് എന്റെ വിശ്വാസം. ഒരു ചെറിയ കാര്യം ചെയ്തു, ഒരു സ്ഥലമാറ്റം കൊടുത്തു, അതാണ് പിള്ള സാർ. അതായത് TO സൂരജിനെതിരായ ചില നടപടികൾ ഉണ്ടായ ഘട്ടത്തിൽ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് തന്നെ ആയ ഗണേഷ് കുമാർ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ചില കാട്ടുപോത്തുകൾ, അദ്ദേഹത്തിന്റെ വാക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വലിയ കാട്ടുപോത്തുകൾ ഇനിയുമുണ്ട്, ഇത് ചെറിയ ഇര മാത്രമാണ് എന്ന്. ഇവിടെ നമുക്ക് ഇവിടേക്കെത്താം. ടോം ജോസ് എതിരായ നടപടി, KM അബ്രഹാമിനും ടോം ജോസിനും എതിരായ അടക്കമുള്ള വിജിലൻസിന്റെ നടപടി ഇത്തരം കാട്ടുപോത്തുകളെ കൂടി പിടിക്കാവുന്ന തരത്തിൽ സമഗ്രമായ നീക്കമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? പിള്ള സാർ കേൾക്കാമോ? ടോം ജോസിനെതിരായ വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ്. വിജിലൻസ് റെയ്ഡ് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം, കൊച്ചി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങൾക്ക് പുറമെ സെക്രട്ടേറിയറ്റിലെ ടോം ജോസിൻ്റെ ഓഫീസിനുള്ളിലും ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തുന്നു എന്ന സുപ്രധാനമായ കാര്യങ്ങൾ കൂടിയാണ് പുറത്തേക്കെത്തുന്നത്. ഇന്നലെ KM അബ്രഹാമിന് എതിരെ വിജിലൻസിൻ്റെ നീക്കമുണ്ടായിരുന്നു. വിജിലൻസ് വൈര്യനിരാധന ബുദ്ധിയോടുകൂടിയാണ് വ്യക്തിവിരോധം തീർക്കുകയാണ് എന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ഇന്നലെ KM അബ്രഹാം ചെയ്തതുപോലെ തന്നെ ഇന്ന്
ടോം ജോസും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്.